ഹലോ, നിങ്ങൾക്ക് ഇതിന് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി പായസമാണ് കേട്ടോ പൈനാപ്പിൾ പായസം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി പായസമാണ്. ഞാൻ ചെറിയൊരു അളവിലാണ് കാണിക്കുന്നത്. 2 പാക്കറ്റ് പാല് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതായത് 1 ലിറ്റർ പാല്. അതിലേക്ക് 1 പാക്കറ്റ് പാലിൻ്റെ അത്രയും വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അതായത് 1 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പൈനാപ്പിളും സാബൂനരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. പാൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് സാബൂനരി കഴുകിയിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം. സാബൂനരി കഴുകി ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇതൊരു ക്രിസ്റ്റൽ കളർ ആവുന്നതാണ് ഇതിൻ്റെ വേവ്. ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഈ പായസത്തിൻ്റെ പ്രത്യേകത, ഇതിലേക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ മിൽക്ക് മെയ്ഡ് ഒഴിച്ച പായസത്തിൻ്റെ അതേ രുചിയിൽ കിട്ടും. ഉണ്ടാക്കാനും ഭയങ്കര ഈസി ആയിട്ടുള്ള അടിപൊളി പായസമാണ് കേട്ടോ. സാബൂനരി ചേർക്കുന്ന സമയത്ത് മധുരം ചേർക്കേണ്ട. കാരണം മധുരം ചേർത്താൽ സാബൂനരി വെന്ത് കിട്ടില്ല. വെന്തതിന് ശേഷമാണ് നിങ്ങൾ മധുരം ചേർക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്നാലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം കിട്ടും. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് കുക്കറിലേക്ക് കുറച്ച് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. ചെറിയ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിന് കണക്കാക്കുകയാണെങ്കിൽ 1 കപ്പ് പൈനാപ്പിൾ എടുത്തതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ അളവായതുകൊണ്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വേവിച്ചെടുക്കണം. അപ്പോൾ പൈനാപ്പിളൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവിച്ച പൈനാപ്പിൾ ഒരു ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കണം. ഇതിൽ ചേർത്ത പഞ്ചസാരയുടെ അളവും കൂടെ കൂട്ടി വേണം പായസത്തിലേക്ക് മധുരം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പായസം റെഡി ആയതിന് ശേഷം അതേപോലെ പൈനാപ്പിളും രണ്ടും നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ചൂടോട് കൂടി ചേർത്താൽ പാൽ പിരിഞ്ഞു പോകും. അങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാനാണ് പറയുന്നത്. ആ സമയം കൊണ്ട് തന്നെ സാബൂനരി വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല തൂവെള്ള കളറായിട്ടുണ്ട്. ഇതിൻ്റെ കുറുകലൊക്കെ ഈ ഒരു സമയം കൊണ്ട് സെറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നാലുള്ളൂ ടേസ്റ്റ് ബാലൻസായി കിട്ടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. കാരണം സാബൂനരിയിലേക്ക് മധുരം പിടിക്കാനാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പായസം റെഡി ആയതിന് ശേഷം അതേപോലെ പൈനാപ്പിളും രണ്ടും നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ ഇത് മിക്സ് ചെയ്യാൻ പാടൂ. സാബൂനരി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏലക്കാപ്പൊടി ഒരുപാടായി പോകരുത്. കാരണം പൈനാപ്പിളിൻ്റെ ടേസ്റ്റാണ് മുന്നിലേക്ക് വരേണ്ടത്. അതിനേക്കാൾ കൂടുതലായിട്ട് ഏലക്കയുടെ ടേസ്റ്റ് വരരുത്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് വറവ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പച്ച നെയ്യ് വെറുതെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചൂടാറിയതിന് ശേഷം രണ്ടും കൂടെ യോജിപ്പിച്ച് എടുക്കാം. സാബൂനരി പെട്ടെന്ന് കുറുകും. അതിനനുസരിച്ച് പായസത്തിൻ്റെ കുറുകൽ നോക്കണം. ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം. ഇത് നമ്മൾ പാലട ഒക്കെ കുടിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഒരുപാട് ലൂസല്ല, എന്നാൽ ചെറിയ ഒരു തിക്കായിട്ടായിരിക്കും. ഈ പായസം ഫംഗ്ഷനോ ഈദിനോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് ഉണ്ടാക്കി വെക്കണം. നമ്മൾ കഴിക്കാനൊക്കെ ആകുമ്പോഴേക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് വരും. പൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.